കരുതലിന്റെ കർക്കടകം എന്ന സന്ദേശവുമായി നെന്മാറ NSS കോളേജിൽ നിരാമയ ഔഷധോത്സവം സംഘടിപ്പിച്ചു. കർക്കിടക മാസത്തിന്റെ ആരോഗ്യപരവും പാരമ്പര്യപരവുമായ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജിലെ ബോട്ടണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിരാമയ ഔഷധോത്സവം സംഘടിപ്പിച്ചത്. കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ സഹകരണത്തോടെയാണ് ഔഷധോത്സവം സംഘടിപ്പിച്ചത്. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ അഭേദ്യ ബന്ധവും പാരമ്പര്യ ചികിത്സാരീതികളുടെയും ഔഷധ സസ്യങ്ങളുടെയും പ്രാധാന്യവും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. പരമ്പരാഗതവും ആരോഗ്യകരവുമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധതരം നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്ന പരമ്പരാഗത ഭക്ഷണ പദാർത്ഥങ്ങൾ, ഔഷധ ഗുണമുള്ള വിഭവങ്ങൾ, പ്രകൃതിദത്ത ചേരുവകൾ എന്നിവ ഉൾപ്പെടുത്തിയ സ്റ്റോളുകൾ പരിപാടിയുടെ പ്രധാന ആകർഷണമായി. വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശകരും ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുകയും പരമ്പരാഗത ഭക്ഷണ രീതികളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്തു. പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ശാലിനി ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ ഔഷധ കൂട്ടായ്മ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അല്ലേ. അങ്ങനെ കർക്കിടക മാസത്തിലെ ഏറ്റവും ഔഷധ ഫലവത്തായ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദിവസം തന്നെ, ആ മാസം തന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വിഭവങ്ങൾ എല്ലാം എനിക്ക് തോന്നുന്നു വീട്ടിൽ ഉണ്ടാക്കി പരിസരങ്ങളിലൊക്കെ ട്രഡീഷണലായിട്ട് ശേഖരിച്ചൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു മാതൃകയായിട്ട് എടുക്കുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതനുസരിച്ച് അവരുടേതായ എന്തൊക്കെയാണ് ഇന്നോവേറ്റീവ് ആക്ടിവിറ്റി, ഇപ്പോൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ ഇതേപോലെ ഇന്നോവേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുക. അങ്ങനെ ഈ ഒരു വർഷം നല്ല രീതിയിൽ നമുക്ക് ഊർജിതമായിട്ട് ആഘോഷിക്കാം. താങ്ക് യു. ആധുനിക ജീവിത ശൈലിക്കിടയിലും പാരമ്പര്യ ആരോഗ്യ സംരക്ഷണ രീതികൾക്കും പ്രകൃതിദത്ത ഭക്ഷണശീലങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്നവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കർക്കിടക മാസം ആരോഗ്യ പരിപാലനത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും മാസമാണെന്നും ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികളിൽ ആരോഗ്യബോധം വളർത്താൻ സഹായിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഔഷധോത്സവത്തിന് ബോട്ടണി വിഭാഗം കൺവീനർ ഡോക്ടർ സെറീന വിജി നേതൃത്വം നൽകി. നെന്മാറ NSS കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബും ഫ്ലോറ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച കർക്കിടകം ഫെസ്റ്റാണ് നിരാമയ എന്നുള്ളത്. നിരാമയ എന്ന് അർത്ഥമാക്കുന്നത് വെൽനസ് എന്നുള്ളത്, ആരോഗ്യകരമായ ഒരു ജീവിതം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് കാലത്ത് കർക്കിടക മാസത്തിൽ ആചരിച്ചു പോകുന്നതുമായ കാര്യങ്ങളും അത് ഭക്ഷണക്രമങ്ങളും എല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയും കുട്ടികൾക്ക് അതിലൊരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയും ആണ് ഇങ്ങനെയൊരു എക്സിബിഷനും വിൽപ്പനയും കുട്ടികൾ തന്നെ വീടുകളിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന് ഇന്നത്തെ ഈ നിരാമയ എന്നുള്ള എക്സിബിഷനിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കോർഡിനേറ്റിംഗ് അധ്യാപകരായ ഡോക്ടർ PS രേഖ, ഡോക്ടർ M ലക്ഷ്മി, ഡോക്ടർ PS ശ്രീജ എന്നിവർ പരിപാടിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെയായിരുന്നു ഔഷധോത്സവം നടന്നത്. ഡിപ്പാർട്ട്മെന്റും ബയോഡൈവേഴ്സിറ്റി ക്ലബും കൂടി ഒരു പരിപാടി അറേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഈ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യവും എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് രോഗപ്രതിരോധ ശേഷി കിട്ടുക എന്നൊക്കെ ഇപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ തന്നെ വീട്ടിൽ നിന്ന് മുത്തശ്ശിമാരുടെ അടുത്തുനിന്നും അമ്മമാരുടെ അടുത്തുനിന്നും ഓരോ ഔഷധക്കൂട്ടുകളും എല്ലാം ചോദിച്ചിട്ട് ആണ് നമ്മൾ ഈ എല്ലാ ഫുഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്യം നിന്ന് പോയ പല രുചിക്കൂട്ടുകളും നമുക്കിന്ന് ഇന്നിവിടെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തതിലൂടെ അവർക്ക് കുറേ അറിവുകൾ ഇവിടെ ലഭിച്ചു. പിന്നെ ഇപ്പോൾ തന്നെ കുറേ കുട്ടികൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഒക്കെ വന്നു. അവർക്കിതെല്ലാം പുതിയ അറിവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പരിപാടി കാരണം എല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഔഷധ സസ്യങ്ങൾ പറയുമ്പോൾ ശംഖുപുഷ്പം, തുമ്പ, ചെമ്പരത്തി, അങ്ങനത്തെ പോലെയുള്ള മുക്കുത്തി, ഇങ്ങനെ ഒരുപാട് സസ്യങ്ങളും വരും തലമുറകൾക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മളിതിൽ എടുത്തു കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ചൊന്നും
അധികം അറിയുന്നില്ല. അപ്പോൾ അതും കൂടെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഔഷധോത്സവം കർക്കിടകത്തിൻ്റെ ബേസിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി നടത്തുന്നതിലൂടെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുഡുകൾ നമ്മൾ കൊടുക്കും. അതിനായിട്ടാണ് ഞങ്ങൾ കോളേജിൽ ഇത്തരം ടെസ്റ്റുകളും എല്ലാം നടത്തുന്നത്. UTV ന്യൂസ് പാലക്കാട്.